blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കാൻ പോകുന്ന, കാണാൻ പോകുന്ന ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ എപ്പിസോഡുകൾ 1000-ാമത്തെ എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുമ്പോൾ തന്നെ ഓരോ എപ്പിസോഡും സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനെയും ബ്ലെസ്സിങ് ടുഡേ പാർട്ട്നേഴ്സിനെയും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അവരോട് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർദ്ധിച്ച നിമിത്തം ഉള്ള പ്രയാസങ്ങളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ മാറിപ്പോയി. എത്രയും വേഗം ഈ ദാമ്പത്യ ജീവിതത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവ് അനുഗ്രഹം കൊടുക്കണമേ. നല്ല സ്ഥിരമായ ഒരു ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ വലിയ അനുഗ്രഹങ്ങളെ കർത്താവെ അങ്ങ് നൽകണമേ. ഡൽഹിയിൽ നിന്നുള്ള സാജു തോമസിനും കുസുമത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ അലൻ ടി സാജുവിൻ്റെ ബർത്ത്ഡേ ഈ 23-ാം തീയതി നവംബറിലാണല്ലോ കർത്താവെ. ഇപ്പോഴേ ഞങ്ങൾ ഒരുമിച്ച് ആ ബർത്ത്ഡേയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ കർത്താവെ സാജുവിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ട്രെസ് ഫ്രീ വർക്ക് എൻവയൺമെൻറ്റ് കർത്താവ് തനിക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അലീഷയും അലനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. നല്ലൊരു ഫ്യൂച്ചർ കർത്താവ് അവർക്ക് കൊടുക്കണമേ. വൈഫ് കുസുമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ BScയിൽ നല്ല ഒരു റിസൾട്ട് ലഭിക്കേണ്ടതിന് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സിജുവിനും റിറ്റായ്ക്കും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരിരുവരെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് നൽകണമേ. നല്ല ആരോഗ്യത്തിന് വേണ്ടി സകലവിധ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്ന് നിറയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവെ, അവരുടെ ഏറ്റവും അടുത്ത വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പൂനെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 9 വ്യാഴാഴ്ച. സമയം വൈകിട്ട് 5 മുതൽ ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലേവാടി, പിംപ്രി, പൂനെ. അന്തേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുംബൈ ഒക്ടോബർ 10 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. കല്യാൺ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുംബൈ ഒക്ടോബർ 11 ശനി. സമയം രാവിലെ 10 മുതൽ സനൈ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. The favor that we already have in us can grow. നമ്മളോടൊപ്പമുള്ള ദൈവത്തിൻ്റെ അനുകൂലത അതിന് വളരുവാൻ കഴിയും. If you have a baby born, നിങ്ങൾക്കൊരു ശിശു ജനിച്ചിട്ടുണ്ടെങ്കിൽ it will not just grow like that. You have to feed the boy or the baby. You have to give the right environment for the growth of the baby. ആ നവജാത ശിശു പെട്ടെന്ന് അങ്ങോട്ട് ചുമ്മാ വളരുകയല്ല ചെയ്യുന്നത്. സമയാസമയങ്ങൾ അതിന് ആവശ്യമായ ഭക്ഷണവും പാനീയങ്ങളും നമ്മൾ നൽകുമ്പോഴാണ് ആരോഗ്യകരമായത് വളരുന്നത്. That means the favor that you already have in your life, you have to feed the favor and you have to give the right environment so that it can grow in your life. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ അകത്തുള്ള ദൈവീക പ്രസാദത്തിന്, ദൈവീക അനുകൂലതയ്ക്ക് വളരുവാൻ ആവശ്യമായ ഭക്ഷണവും അതിനാവശ്യമായ അന്തരീക്ഷവും നിങ്ങൾ ഒരുക്കി കൊടുക്കണം. And I started giving you how you can grow the favor in your life. മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുകൂലതയിൽ വളരാൻ കഴിയുന്നതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. If you keep your heart in a humble attitude, that will attract God's favor into your life. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം നിങ്ങൾ താഴ്മയിൽ ആക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുകൂലതയെ അത് ആകർഷിക്കും. Hallelujah. ഹല്ലേലൂയ. So this should be your prayer, Lord. I want always to be humble in my walk on earth. അതുകൊണ്ട് ഇപ്രകാരം ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ താഴ്മയുള്ളവനാക്കി മാറ്റണമേ. Hallelujah. ഹല്ലേലൂയ. Jesus was very humble. യേശു വളരെ സൗമ്യനായിരുന്നു, അവൻ വിനയമുള്ളവനായിരുന്നു. And we are his children. നമ്മൾ അവൻ്റെ മക്കളാണ്. We should be like that. We should be humble in our lives. നമ്മളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരായിരിക്കണം. The second thing that we need in your life is prayer life, prayer. രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം പ്രാർത്ഥനയാണ്. Hallelujah. ഹല്ലേലൂയ. We are all called to pray. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. Not all prayers, but some prayers will attract God's favor. എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ അനുകൂലതയെ ആകർഷിക്കുകയില്ല. എന്നാൽ ചില രീതികളിലെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അനുകൂലതയെ ആകർഷിക്കുന്നതാണ്. Why not all prayers? എന്താണ് എല്ലാ പ്രാർത്ഥനയും ദൈവത്തെ ആകർഷിക്കാത്തത്? All prayers are not coming from our heart. കാരണം എല്ലാ പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയല്ല വരുന്നത്. I have observed family prayers of different families. ഓരോ കുടുംബങ്ങളിലുമുള്ള കുടുംബ പ്രാർത്ഥന ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. It has become so mechanical. അത് ഒത്തിരി യാന്ത്രികമായി മാറിയിരിക്കുകയാണ്. The same words that they used yesterday, they are using today. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ തന്നെ ഉപയോഗിച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നു. The father prays, mother prays, children pray. ആദ്യം അപ്പം പ്രാർത്ഥിക്കുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നു, പിന്നെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു. Same thing. യാന്ത്രികമായി പോവുകയാണ്, അതേ കാര്യങ്ങൾ തന്നെ. The same thing is repeated. അത് ചുമ്മാ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. They don't know how to pray with sincerity from the spirit and from heart. ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. Hallelujah. ഹല്ലേലൂയ.
Let us read a few verses. 2 Corinthians chapter 1. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം Verse number 11. അതിന്റെ 11-ാമത്തെ വാക്യം. As you help us by your prayers, then many will give thanks on your behalf for the gracious favor granted us in answer to the prayers of many. പ്രാർത്ഥനയാൽ നിങ്ങളും ഞങ്ങൾക്ക് തുണ നൽകുന്നുവല്ലോ. അനേകം പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ഞങ്ങളെ കൃപയോടെ സഹായിച്ചിരിക്കുന്നു. അത് നിമിത്തം അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുവാനിടയാകും. Paul is speaking about him and his team in the ministry. പൗലോസ് ഇവിടെ തന്നെക്കുറിച്ചും തന്റെ ശുശ്രൂഷ കൂട്ടത്തെക്കുറിച്ചും പറയുകയാണ്. He says, we had great favor from the Lord because of the prayers of many people. അവിടെ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥന മുഖാന്തരം നമുക്ക് വലിയ ദൈവത്തിന്റെ അനുകൂലത ലഭിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. So if there are so many people praying for you, you will get more favor from the Lord. ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ദൈവത്തിന്റെ അനുകൂലത ലഭിക്കും. Hallelujah. Hallelujah. For example, in some homes, the one son or some sons may be going astray from God's path. ചില വീടുകളിൽ ചിലപ്പോൾ ഒരു മകനോ ആരെങ്കിലും ദൈവത്തിന്റെ വഴിയിൽ നിന്നും അകലം വിട്ടു പോവുകയായിരിക്കാം. They are not sitting for family prayer. അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല. They are not coming to blessing center. ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നില്ല. No reading of the Bible. ബൈബിൾ വായിക്കുന്നില്ല. No godliness in God fearing in life. ദൈവഭക്തിയും ഭയവും അവരുടെ ജീവിതത്തിലില്ല. And they are doing everything wrong. മാത്രമല്ല തെറ്റായ വഴികളിലൂടെ അവർ ചലിക്കുകയാണ്. But the mother in the family, പക്ഷേ ആ കുടുംബത്തിലെ അമ്മ she's praying. പ്രാർത്ഥിക്കുകയാണെങ്കിൽ Every day kneeling down. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ Praying. കർത്താവിനോട് പ്രാർത്ഥിച്ച് Praying. പ്രാർത്ഥനയോടെ You know what is happening? സംഭവിക്കുന്നറിയാമോ? Because of the prayers of the mother, there will be a special favor shown on the son's life. ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ മകന്റെ മേൽ ദൈവത്തിന്റെ പ്രത്യേകമായ സവിശേഷമായ ഒരു അനുകൂലത ലഭിക്കും. His life cannot be perished. ഒരിക്കലും അവന്റെ ജീവിതം നശിച്ചു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. Why? The prayer is going and covering the boy. കാരണം എന്താണ്? ഈ അമ്മയുടെ പ്രാർത്ഥന ചെന്ന് ആ കുഞ്ഞിനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. A special favor is coming upon the child. ആ കുഞ്ഞിന്റെ മേൽ ഒരു പുതിയ ദൈവത്തിന്റെ പ്രസാദം വരികയാണ്. Shout hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So when others are praying, more favor will be flowing into your life. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവത്തിന്റെ അനുകൂലത ഒഴുകി വരും. So what you have to do is ask more people to pray for you. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക. If you have a praying group of people behind you, your life will experience great favor from God. നിങ്ങളുടെ ജീവിതത്തിന് സപ്പോർട്ടായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിങ്ങൾക്ക് പിൻബലമായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ദൈവിക അനുകൂലതയിൽ മുന്നേറുക തന്നെ ചെയ്യും. This is why I encourage everyone coming to the blessing center to be a part of a blessing group. അതുകൊണ്ടാണ് ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്ന ഓരോ വ്യക്തികളോടും നിങ്ങൾ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിന്റെ അംഗമായി തീരുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. When you are a part of a small home study group, പക്ഷെ നിങ്ങൾ ഒരു വീടിനകത്ത് നടക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ ഭാഗമാകുമ്പോൾ all that group will be start praying for you. ആ ഗ്രൂപ്പിലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. And that is a great blessing. അതൊരു വലിയ അനുഗ്രഹമാണ്. You will start growing. നിങ്ങൾ വളരാൻ തുടങ്ങും. Because always you have a prayer protection. എപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഒരു സുരക്ഷിത കവചം ഉണ്ടായിരിക്കും. Hallelujah. Hallelujah. That is stronger than a bulletproof jacket. ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇടുന്നതിനേക്കാൾ ഒരു നല്ല ശക്തമായ കവചമാണ് പ്രാർത്ഥനയുടെ കവചം. Hallelujah. Hallelujah. So once again I encourage everyone to be a part of a blessing group. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരും ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിന്റെ പങ്കാളി ആയിരിക്കണമെന്ന് ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. I told you all prayers will not bring in the favor of God. ഞാൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ദൈവത്തിന്റെ അനുകൂലതയെ കൊണ്ടുവരുന്നില്ല. One day Jesus told a parable about effective praying. ഒരിക്കൽ യേശു ഫലവത്തായ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. He said two people went to the temple of God to pray. രണ്ട് ആളുകൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി ചെന്നു. Take two fingers. രണ്ട് വിരലെടുത്ത് Everyone. എല്ലാവരും. Say two people രണ്ട് ആളുകൾ went to the temple to pray.
രണ്ടാളുകൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. Tell your neighbor. അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് ഇങ്ങനെ പറയുക, രണ്ടാളുകൾ പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് പോയി. And who was the first one? ആരായിരുന്നു ആദ്യത്തെ വ്യക്തി? The first one was a Pharisee. ആദ്യത്തെ വ്യക്തി ഒരു പരീശനായിരുന്നു. He was so religious and spiritual. അവൻ വളരെ മതഭക്തിയുള്ള വ്യക്തിയായിരുന്നു, ആത്മീയനായിരുന്നു. And he had a flow of words to pray. മാത്രമല്ല പ്രാർത്ഥിക്കുവാനായി ധാരാളം വാക്കുകളും തന്റെ വായിലുണ്ടായിരുന്നു. And he started praying. അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. God, ദൈവമേ, I give tithe to all income that I receive. എന്റെ എല്ലാ വരുമാനങ്ങൾക്കും ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നുണ്ട്. He was doing a great thing. അവൻ നല്ലൊരു കാര്യമാണ് ചെയ്തത്. Then he said, 2 days in a week I fast. മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കും. And I am not like this tax collector. മാത്രമല്ല ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. I am different. ഞാൻ വ്യത്യസ്തനാണ്. I am so clean. ഞാൻ വളരെ ശുദ്ധനാണ്. I am righteous. ഞാൻ നീതിയുള്ളവനാണ്. So God, you have to hear my prayers. അതുകൊണ്ട് ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ടോണം. The second one was a tax collector. പക്ഷേ രണ്ടാമത്തെ വ്യക്തി ചുങ്കം പിരിക്കുന്ന വ്യക്തിയായിരുന്നു. And Jesus said, when he prayed, യേശു പറഞ്ഞു, അവൻ പ്രാർത്ഥിച്ചപ്പോൾ he did not show even courage to look up. അവൻ തന്റെ മുഖമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലുമുള്ള ധൈര്യം With a repentant heart, with a broken heart, he started praying, Lord, I am not worthy even to come before you. മാനസാന്തരമുള്ള പശ്ചാത്താപമുള്ള ഹൃദയത്തോടുകൂടി അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ അടുക്കൽ വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. I am sorry, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Have mercy upon me. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. Jesus said, യേശു പറഞ്ഞു, the second one's prayer was answered. രണ്ടാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. Why? എന്തുകൊണ്ട്? Because he prayed in humility. അവൻ താഴ്മയോടുകൂടി പ്രാർത്ഥിച്ചു. If you are praying, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ pray with all humility. പൂർണ്ണ വിനയത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കണം. Never boast or brag about your activities. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ പുകഴുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യരുത്. Never say that. ഒരിക്കലും ചെയ്യരുത്. Lord, I am unworthy even to come before you. കർത്താവേ, അങ്ങയുടെ മുൻപിൽ വരുവാൻ പോലും യോഗ്യതയില്ല. Hallelujah. Hallelujah. That's the kind of prayer we need to pray. അതുപോലൊരു പ്രാർത്ഥന ശൈലിയാണ് നമുക്ക് വേണ്ടത്. James chapter 5 and verse number 16. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം. The earnest prayer of a righteous man makes tremendous power available. One translation says. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലിക്കുന്നതുമാകുന്നു. One translation says നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. Hallelujah. Hallelujah. That means when you pray, never allow your mind to roam around. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ ഉഴന്നു നടക്കുവാൻ അനുവദിക്കരുത്. Pray earnestly. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. With concentration and focus. ഏകാഗ്രതയോടെ ഫോക്കസ് ചെയ്തുകൊണ്ട്. Hallelujah. Hallelujah. That will bring in great power from the Lord. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി അതിലേക്ക് ഇറങ്ങുവാനിടയാകും. Hallelujah. Hallelujah. ബ്രദർ, ഈ സഹോദരിയുടെ പേര് വത്സമ ജെയിംസ് എന്നാണ്. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഏകദേശം ജാനുവരി മാസം മുതൽ ആൻറ്റിയുടെ ഒരു സ്കിൻ അലർജിയുടെ രോഗം പിടിപെട്ടു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ മകള് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മകളെ നോക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. ആ സമയത്ത് മുതലാണ് ഈ അലർജി തനിക്ക് ഉണ്ടാകാൻ തുടങ്ങിയത്. ഡിറ്റർജൻറ്റ് പൗഡർ ആയിരുന്നു അലർജി. അപ്പോൾ സോപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്താലും, തുണി തിരുമിയാലും എന്ത് ചെയ്താലും അപ്പോൾ തന്നെ തൻ്റെ കൈകളും കാലുകളൊക്കെ ചൊറിഞ്ഞങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. തന്നെയുമല്ല, ഈ കൈകളിലും കാൽപാദത്തിലും ഉള്ള തൊലികളെല്ലാം കൂടെ പഴുത്ത് ചുവപ്പ് കളറായിട്ട് അത് താനെ ഇളകിപ്പോകാനും തുടങ്ങി. അതുപോലൊരു അസുഖമായിരുന്നു ആൻറ്റിക്ക്. 3 മാസത്തോളം അതുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി, പക്ഷേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഡിറ്റർജൻറ്റ് പൗഡർ അലർജിയുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുവെന്ന് അദ്ദേഹം TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു.
വിളിച്ചു പറഞ്ഞ സമയത്ത് ആൻറ്റിക്ക് ഉണ്ടായത് ഫീലിംഗ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വെറുതെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയതാണ്. അങ്ങോട്ട് ആരും പറഞ്ഞില്ല, ചുമ്മാ ഇരുന്ന് കരയാൻ തുടങ്ങി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശരീരത്തിൽ ഭയങ്കര ഒരു ആശ്വാസം തോന്നി. എന്നിട്ട് ആൻറ്റി പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ചൊറിച്ചിലില്ല. അന്ന് മുതൽ ഏത് നേരവും ഇരുന്ന് കഴിഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആൻറ്റി ചൊറിയുന്നത് പൂർണ്ണമായിട്ടും നിർത്തി. തന്നെയുമല്ല, ഇളകിപ്പോയിരുന്ന കാലിലെയും കയ്യിലെയും തൊലികളൊക്കെ വീണ്ടും വരാൻ തുടങ്ങി. ആ കാലിലൊക്കെ ഇപ്പോഴും ഉണ്ട് പാടുകൾ. ശരിയായ തരത്തിൽ ആൻറ്റി അത് കാണിച്ചു തന്നായിരുന്നത്. കയ്യിലും കാലിലെയും ആ തൊലികളൊക്കെ ഇളകിപ്പോയത് വീണ്ടും വരാൻ തുടങ്ങി. എല്ലാം ഉണ്ടായിരുന്നു. ആ ജൂലൈ മാസം ആ പ്രയറിന് ശേഷം പിന്നെ ചൊറിഞ്ഞിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ഇതിപ്പോ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, ഓഗസ്റ്റ് അവസാനമായി. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ കുഞ്ഞിന്റെ തുണികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടത്. അന്നേരം ഇങ്ങനെ ചൊറിഞ്ഞ് കണ്ടത്. അന്നേരം നോക്കിയപ്പോൾ ഇങ്ങനെ കൈയെല്ലാം ചൊറിഞ്ഞ്. പിന്നെ ഹോസ്പിറ്റലെങ്കിലും പ്രത്യേകിച്ച് പോയില്ല. പിന്നെ ഒരു സ്കിൻ അലർജിന്റെ ഓയിൽമെന്റ് മേടിച്ച് ചുമ്മാ വെറുതെ ഒന്ന് തൂത്തു. എന്നിട്ടൊന്നും വലിയ കുറവായി. ഇപ്പൊ ഈ സോപ്പ് വെള്ളം ഉപയോഗിച്ചല്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത ഒരു പ്രശ്നമില്ല. കർത്താവ് പരിപൂർണമായിട്ട് ആ രോഗം സൗഖ്യമായി. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. A God is a good God. A God is a prayer answering God. നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളും വേദനകളും എല്ലാം മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ ദൈവം. കരളലിഞ്ഞ് മനസ്സലിഞ്ഞ് നമ്മെ നോക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, കഴിഞ്ഞ നാളുകളിൽ എണ്ണിക്കൂടാനാവാത്ത അത്രയും പേർക്ക് രോഗസൗഖ്യവും വിടുതലും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവ് അങ്ങ് ചെയ്തല്ലോ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗികളായിട്ടുള്ളവർ നെഞ്ചിൽ കൈവച്ച് ഇപ്പോൾ വിശ്വസിക്കുക, യേശു അത്ഭുതകരമായി നിങ്ങളെ സൗഖ്യമാക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഗിരിജ എന്ന പേരുള്ളൊരു സഹോദരിയെ ആസ്മാരോഗം കൊണ്ട് വളരെ വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ഗിരിജ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ ഈ രണ്ട് ഷോൾഡറിലെ അസ്ഥികൾക്ക് ഭയങ്കരമായ വേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. പാൻക്രിയാറ്റിക് ക്യാൻസർ, പാൻക്രിയാസിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ അസ്ഥികൾക്കകത്ത് മജ്ജയിൽ പ്രയാസമുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഡിറ്റർജൻറ്റ് പൗഡറുകളും സോപ്പെല്ലാം ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായ അലർജി വരുന്ന ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ തകരാറ് സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ സമയത്ത് വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് അവർക്ക് കുട്ടികളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം എന്താണോ അതിനു വേണ്ടിയാണ്. ഏതാണെങ്കിലും ഈ സമയത്തുള്ളിൽ വിശ്വസിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ അങ്ങ് വ്യക്തിപരമായി അറിയുന്നല്ലോ. വലിയൊരു വിടുതൽ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവ്, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയും. ഭവനം വേണ്ടവർക്ക് കൊടുക്കണമേ. ബിസിനസ് തകർന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ, പുകവലിക്കാർ അതിൽ നിന്ന് പുറത്തു വരുവാൻ, ലഹരി മരുന്ന് അടിമകളായവർ അതിൽ നിന്ന് പുറത്തു വരുവാൻ, എല്ലാ നിലകളിലും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. കൈനീട്ടി എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരു ദിവസം പോലും മുടക്കരുത്. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ആഴ്ചയിൽ
ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവർക്കും വേണ്ടി, അതുപോലെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ടീം പൂനെ, അന്ധേരി, കല്യാൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരികയാണ് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ. തീർച്ചയായും നിങ്ങൾ വരണം, വ്യക്തിപരമായി ക്ഷണിക്കുന്നു. ഈ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ ലോകം എമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥന വിഷയങ്ങൾ കോൾ സെൻറ്ററിൽ വിളിച്ചു പറയാം, അതുപോലെ തന്നെ എഴുതി അറിയിക്കാം, ഇമെയിൽ അയക്കാം. എന്നാൽ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും ആ ദിവസത്തെ എപ്പിസോഡിൽ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കും. അത് കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് നിങ്ങൾ വിളിച്ചു പറയണം. എന്നാൽ അതേസമയം തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരോട് ഇന്ന് തന്നെ ഒരാളോടെങ്കിലും പറയണം, ഇത് കാണാൻ പറയണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിച്ചതാര്? ഹു ആസ്ക്ഡ് ക്യാൻ യു ഹാൻഡ് ബി സ്ട്രോങ് ഇൻ ദി ഡേയ്സ് ഐ ഷാൽ ഡീൽ വിത്ത് യു? ഓപ്ഷൻസ്: എ ദൈവം, ബി എഹെസ്കേൽ, സി ദാനിയേൽ, ഡി പെലന്യാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.